നല്ല ആവി പറക്കണ ബ്രെഡും ചിക്കൻ സ്റ്റൂവും ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഞാൻ മുന്നേ വിചാരിച്ചത് ഭയങ്കര പാടായിരിക്കുമെന്ന്. പക്ഷേ എന്താ പറയുക, ഈ റെസിപ്പി ഉണ്ടല്ലോ എളുപ്പമാണ് കേട്ടോ, പിന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പച്ചക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുഞ്ഞ് സവാള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക കേട്ടോ, എല്ലാം കൂടെ പിടിക്കുന്ന രീതിക്ക്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി നമ്മുടെ കൈയും കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ ഓവർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടോ. അപ്പോഴത്തേക്ക് സംഭവം റെഡിയായി. ഇതിലേക്ക് നമുക്ക് 2ാം തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാവേ. 2ാം തേങ്ങാപ്പാലും ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കണം. ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ 1ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കി മാറ്റി വെച്ചിട്ട് വേറെ പാത്രം എടുത്തിട്ട് 2-3 കഷ്ണം കൊച്ചുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാല കൂടെ അതിൽ ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡോ അപ്പോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. പക്ഷെ നിങ്ങളിത് മസ്റ്റായിട്ടും ഈ ബ്രെഡിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയോണ്ടാണെന്ന് അറിയത്തില്ല, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് ഇത്രയേ ഉള്ളൂ.